പെർഫോമൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു 1199cc എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹൗസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 89 bhpയും അതേപോലെ ടോർക്ക് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 Nm ഓഫ് ടോർക്കുമാണ്. ഇതിൽ വന്നിരിക്കുന്ന ട്രാൻസ്മിഷൻ CVT ട്രാൻസ്മിഷനാണ്. ഇതിൻ്റെ സേഫ്റ്റി സംവിധാനങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ 6 എയർ ബാഗ്സും പിന്നെ അതേപോലെ ESP, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ അസിസ്റ്റ്, ABS വിത്ത് EBD, ബ്രേക്ക് അസിസ്റ്റ്, അതേപോലെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് 416 ലിറ്ററാണ്. അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 172 mm ആണ്. പിന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 35 ലിറ്ററാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10.96 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹോണ്ടയുടെ ഓവറോൾ സർവീസ് നെറ്റ്വർക്ക് അത്യാവശ്യം നല്ലതാണ്. കൂടാതെ ഇപ്പം ഹോണ്ടയുടെ ഒരു ഫേസ് ലിഫ്റ്റഡ് മോഡലാണ്, അത് റീസെൻ്റ്ലി ആണ് ലോഞ്ച് ആയത്. അതൊരു അഡ്വാൻറ്റേജാണ്. കൂടാതെ ഒരു ഫീച്ചർ പാക്ഡ് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഇത് നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ ഹോണ്ട എന്ന് വെച്ചാൽ ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. പിന്നെ ഇതിൻ്റെ കോട്ടങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അധികം ഒന്നും എടുത്ത് പറയാനില്ല. പക്ഷേ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ റെയർ സീറ്റിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. അല്ലാതെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഓവറോൾ ഒരു നല്ലൊരു പാക്കേജാണ്. സെഡാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഒരു വാല്യൂ ഫോർ മണി ഓപ്ഷനാണ് ഹോണ്ട അമേസ്.